ഒക്കെ ഇപ്പം നമ്മളെ കാണുന്ന ഒത്തിരി പ്രിയമുള്ളവർ ഈ മിനിസ്ട്രിയിൽ, ഈ ശുശ്രൂഷയിൽ അങ്ങനെ ആ ഒരു ശുശ്രൂഷ അതും ഒരു മിനിസ്ട്രിയാണ്. ഒരു ട്രാക്ട് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്, ഒരു സുവിശേഷം ഷെയർ ചെയ്യുന്നത്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മെസ്സേജിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാണോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. അതിനോട് ചേർന്ന് ഫിലിപ്പിയർ 4-ലേക്ക് നമ്മൾക്ക് വരേണ്ടതായിട്ടുണ്ട്. ഫിലിപ്പിയർ 3-ന്റെ 14-ാമത്തെ വാക്യം ഇത് ശ്രദ്ധിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും ഉള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പറഞ്ഞു. ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലക്ഷ്യത്തിലേക്ക്, ലാക്കിലേക്ക് ഓടുന്നു. ചേർന്ന് ഒരു ആമീൻ പറയാമോ? ഇവിടെ വായിച്ച വാക്യം ഒന്ന് ഞാൻ ചെയ്യുന്നു. അത് കർത്താവ് ചെയ്യുന്നതല്ല, അതെനിക്ക് വേണ്ടി എൻ്റെ പാസ്റ്റർ ചെയ്യുന്നതല്ല, അതെനിക്ക് വേണ്ടി എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ചെയ്യുന്നതല്ല. അത് പേഴ്സണലി ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന് സ്വന്തം കൈ നെഞ്ചിലോട്ട് വെച്ച് പറഞ്ഞാൽ അത് ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് ഞാൻ തന്നെ ചെയ്യേണ്ടത്? പഴയ കാര്യങ്ങളെ, പിൻപിലുള്ളതിനെ, പാസ്റ്റ് പഴയ കാര്യങ്ങളെ മറക്കുക. മുൻപിൽ, നമ്മുടെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, വിരുദ്, ലക്ഷ്യം, കാഴ്ചപ്പാട്, അനുഗ്രഹങ്ങൾ, നമുക്ക് ചെയ്തെടുക്കാനുള്ള ദൗത്യങ്ങൾ, കർമ്മങ്ങൾ, ഇത് മുഴുവൻ ചെയ്യുവാൻ നിങ്ങളുടെ ചുവടുകളെ മുന്നോട്ട് വെച്ച് മുന്നോട്ട് കുതിക്കുക. ദൈവം എപ്പോഴും നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: മുന്നോട്ട് പോകുക. ഇസ്രായേൽ ജനം വളരെ പകച്ചു നിൽക്കുമ്പോൾ, പേടിച്ചു നിൽക്കുമ്പോൾ, ഭയന്ന് നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, മോശെ, നീ ജനത്തോട് പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന രക്ഷ നിങ്ങൾ കാണ്. ഈ ജനത്തോട് പറയുക മുന്നോട്ട് പോകാൻ. ഈ ജനത്തോട് പറയുക മുന്നോട്ട് പോകാൻ. ദൈവം തമ്പുരാൻ ഡ്രൈവറായി ഇരുന്നു കൊണ്ട് ഓടിക്കുന്ന ഒരു വാഹനത്തിലെ പാസഞ്ചേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. ദൈവം തമ്പുരാൻ ഡ്രൈവറായിട്ടിരുന്ന് ഓടിക്കുന്ന ഒരു വണ്ടിയിലെ യാത്രക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഈ വാഹനത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഉപയോഗിക്കുന്ന ഈ വാഹനത്തിന് മാത്രമുള്ളൊരു സവിശേഷതയാണ്, ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ദൈവം ഓടിക്കുന്ന വണ്ടിക്ക് പുറകോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല, മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഇത് നിങ്ങൾ ചിന്തിക്കരുത്, ഒരു പ്രസംഗിക്കാൻ, ഒരു മെസ്സേജ് പറയാൻ വേണ്ടി പറയുന്നതാണെന്ന്. ഇതൊരു പ്രവചന ശബ്ദമാണ്. പിൻപിലുള്ളതിനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാതെ, പിൻപിലുള്ളതിനെ നിങ്ങൾ വിട്ടുകളയാതെ, എക്സ്ട്രാ ലഗേജുകളെ വിട്ടുകളയാതെ, നിങ്ങളുടെ തോളിൽ നിങ്ങൾ തൂക്കിയിരിക്കുന്ന സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിടാതെ നിങ്ങൾക്ക് മുന്നോട്ട് ഓടാൻ കഴിയുകയില്ല. ഇന്ന് പകൽ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലക്ഷ്യത്തിലേക്ക് ഓടുക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഓടുക. ഈ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നതാണ് തൃശ്ശൂക്കാരുടെയും മലയാളികളുടെ എല്ലാം ഒരു പൊതു സ്വഭാവം. വരുന്നിടത്ത് വെച്ച് നമ്മൾ കാണും. പക്ഷെ ഒരിക്കലും ബൈബിൾ അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാനിരുന്നാൽ പലതും കാണേണ്ടി വരും. എന്നാൽ വരുന്നിടത്ത് വെച്ച് കാണുന്നതല്ല ക്രിസ്തീയ ജീവിതം. വരുന്നിടത്ത് വെച്ച് കാണുന്നതല്ല വിശ്വാസ ജീവിതം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഇന്ന് പകൽ മുന്നോട്ട് ഓടുന്ന നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എത്ര പേര് അതിനൊരു ആമീൻ പറയാൻ കഴിയും? നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കുന്ന സകലത്തെയും, നിങ്ങളുടെ ഓട്ടത്തെ തെറ്റിക്കുന്ന സകലത്തെയും സൈഡിലേക്ക് വലിച്ചെറിയാനാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4-ൽ വീണ്ടും അതേ അധ്യായത്തിൽ, അല്ലെങ്കിൽ അതേ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ,
സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇത് ഒരിക്കൽ പറഞ്ഞതാ, 2 തവണ പറഞ്ഞതാ, 3 തവണ പറഞ്ഞതാ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പലതവണ പറഞ്ഞതാ. എന്നാലും നമ്മുടെ മുഖത്ത് യാതൊരു സന്തോഷവും. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇത് കടഭാരം മാറിയിട്ട് ചിരിക്കുന്ന ചിരിയെ കുറിച്ചല്ല, ഇത് സൗഖ്യം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചിരിയല്ല, ഇത് ലോട്ടറി അടിക്കുമ്പോൾ വരുന്ന സന്തോഷത്തെ കുറിച്ചല്ല ഈ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നു കിട്ടുമ്പോൾ മുഖത്ത് വരുന്നൊരു ചിരി ഉണ്ടല്ലോ, ഇപ്പൊ വരുന്നുണ്ടത്. ആ ചിരിയെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും എഫേസ്യർക്ക് എഴുതിയ ലേഖനവും ഫിലോമോൻ എഴുതിയ ലേഖനവും ഇതെല്ലാം പൗലോസ് എഴുതിയത് റോമിലെ കാരാഗ്രഹത്തിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകാനും അവിടുത്തെ കൂട്ടായ്മയിൽ ശുശ്രൂഷിക്കാനും ഒക്കെ കർത്താവ് അവസരം തന്നു. ആ സമയത്ത് ഞാനും എൻ്റെ സഹോദരനും ഞങ്ങൾ ഒന്നിച്ച് ഈ പൗലോസ് അപ്പോസ്തലൻ കിടന്ന ജയില് ഒന്ന് സന്ദർശിച്ചു. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. റോമിൽ വരുന്നവരൊക്കെ അത് പോയി കാണാറുണ്ട്. ക്രിസ്ത്യാനികൾ, അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ അവിടെ പോകാറുണ്ട്. അപ്പം ഞാൻ ഈ ജയില് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനമൊക്കെ എഴുതിയ ഈ ജയിലൊന്ന് പോയി കാണാനായിട്ട് ഇടയായി. ഇന്ന് ആ ജയിലിൻ്റെ മുൻപിൽ ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലവും അവർക്ക് അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഇടവും ഒക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ടൂറിസ്റ്റുകളാണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് ഇതിൻ്റെ റിയാലിറ്റി, ഈ ജയിൽ എങ്ങനെയായിരുന്നു, പൗലോസ് കിടന്ന കാലത്ത് ഈ ജയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ ഫ്രെയിം ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ അതിനകത്ത് അവർ ആ കല്ല് അല്ലെങ്കിൽ ആ ഒരു ഗുഹ പോലത്തെ സംവിധാനം, ആ ജയിലിൻ്റെ ഭാഗങ്ങൾ അവരതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നോക്കിയപ്പോൾ, അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചെറിയൊരു ഒരു ഗുഹയാണ്. ഒരു മനുഷ്യന് നൂന്ന് നിൽക്കാൻ കഴിയേല, നിവർന്ന് നിൽക്കാൻ കഴിയേല. ഒരു മനുഷ്യന് നേരെ നിൽക്കാൻ പറ്റാത്ത, നിന്ന് തിരിയാൻ ഇടയില്ലാത്ത, ഇന്നത്തെ പോലെ ട്യൂബ് ലൈറ്റോ ഫാനോ ഒന്നുമില്ല. ഈ പാറയുടെ മുകളിൽ സൈഡിൽ ഒരു സുഷിരമുണ്ട്, ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ ഊർന്നിറങ്ങുന്ന വെളിച്ചം മാത്രമേ ഇതിനകത്തോട്ട് കയറത്തുള്ളൂ. നിന്ന് തിരിയാൻ ഇടയില്ലാത്ത, കിടന്നുറങ്ങാൻ പറ്റാത്ത, വെട്ടം പോലും ചൊവ്വേ കയറാത്ത ഒരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കാലിൽ ചെങ്ങല ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എഴുതി വെക്കുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇത് കടഭാരം മാറിയപ്പോൾ ഉള്ള സന്തോഷം അല്ല ഈ പറയുന്നത്. ഇതെല്ലാം പ്രാർത്ഥിച്ചതെല്ലാം കിട്ടുമ്പോൾ അടിക്കുന്ന കയ്യടി അല്ല ഇത്. ഇത് ക്രിസ്തുവിലുള്ള ജയത്തെ കുറിച്ചാണ്. ആ ജയം അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഇത് ക്രിസ്തുവിലുള്ള ആനന്ദമാണ്. ഹല്ലേലൂയ. ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ജയാളിയാണ്, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. പ്രതിസന്ധികൾ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും ഒന്നിനെ കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നില്ല, ഒന്നിനെ കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നില്ല. എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഞാൻ ദൈവത്തോട് അറിയിക്കുകയാണ്. അങ്ങനെ ഞാൻ അറിയിക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിക്കില്ലാത്ത, കോടിക്കണക്കിന് പണം കയ്യിലുള്ളവനില്ലാത്ത, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്റെ ഉള്ളിൽ, എന്റെ നിലവുകളിൽ അത് വാഴുകയാണ്. പണത്തിന് തരാൻ കഴിയാത്ത, പ്രതാപങ്ങൾക്ക് തരാൻ കഴിയാത്ത, ലോകത്തിലെ മനുഷ്യന് തരാൻ കഴിയാത്ത, വ്യക്തികൾക്ക് തരാൻ കഴിയാത്ത, കുടുംബക്കാർക്ക് തരാൻ കഴിയാത്ത സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു തരും, യേശു തരും. ഇവിടെ ഇരിക്കുന്നവരാരും പ്രശ്നങ്ങളില്ലാത്തവരല്ല. ആ പ്രശ്നങ്ങളുടെ നടുവിലും അവർ കൈ കൊട്ടുകയാണ്. ആ പ്രശ്നങ്ങളുടെ നടുവിലും അവർ ചിരിക്കുക. ഇരുന്നേ, ആ പ്രശ്നങ്ങളുടെ നടുവിലും അവർ ദൈവത്തെ ആരാധിക്കുക. അവരുടെ മുഖത്ത് അവർ നിരാശ കാണിക്കുന്നില്ല. നിങ്ങൾ ജാതികളെ പോലെ പ്രത്യാശയില്ലാത്തവരാകരുത് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാണ്. ഒന്നോർത്തെ, നിന്നും തിരിയാൻ സ്ഥലമില്ലാത്ത ജയിലിൽ കിടന്ന് ഒന്ന് കാല് നൂത്തുറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് ഒന്നും കിടന്ന് തിരിയാൻ പറ്റാത്ത ഒരു ചെറിയ, എന്താ പറയുന്നത്, അത് നമുക്ക് ശരിക്കും നമ്മളെപ്പോലെ ഒരാൾക്ക് കയറി നിൽക്കാൻ പറ്റൂല. അവിടെ കിടന്നുകൊണ്ട് വെളിപ്പാടുകളുടെ ആധിക്യം ഉണ്ടാകുന്നു. ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുന്നു.
എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുന്നു, കൊലോസ്യർക്ക് ലേഖനം എഴുതുന്നു. അത് ഈടുറ്റ കരുത്തുള്ള ആഴമേറിയ വെളിപ്പാടുകൾ. എന്നിട്ട് ആ ലേഖനങ്ങളിൽ എല്ലാം അദ്ദേഹം പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവേൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്റെ മേലിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിനകത്തിരിക്കുന്നവര് നല്ല കാലത്ത് മാത്രം വാഴ്ത്തുന്നവരാ. അവരുടെ കയ്യടി കാണുമ്പോ അറിയാം, അവരുടെ മോഹം കാണുമ്പോ അറിയാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഗോശാലയിൽ കന്നുകാലികൾ ഇല്ലെങ്കിലും, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴമില്ലെങ്കിലും, മുന്തിരിവള്ളി ഫലം കായ്ച്ചില്ലെങ്കിലും ഞാൻ എന്റെ യഹോവയിൽ ആനന്ദിക്കും. ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഈ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ തന്നെ ഞങ്ങൾ സേവിക്കും. ഇന്ന് പകൽക്കാല സാഹചര്യങ്ങൾ നിനക്കെതിരാകുമ്പോഴും ക്രിസ്തുവിൽ നിനക്ക് സന്തോഷിക്കുവാൻ, ക്രിസ്തുവിൽ നിനക്ക് പുകഴുവാൻ കഴിയുന്നെങ്കിൽ അതാണ് നിലനിൽക്കുന്ന ഒന്ന്. ചേർന്ന് രാമീൻ പറഞ്ഞാട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. 6-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരെന്ന് കൈ ഉയർത്തി. ഞാൻ ഈ മൈക്കൊന്ന് ആരെങ്കിലും ഒന്ന് പിടിച്ചായിരുന്നു, എൻ്റെ 2 കൈ ഞാൻ പൊക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരെന്ന് കൈ ഉയർത്തിയേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, പരാതിയോടല്ല, പരിഭവത്തോടല്ല, പിറുവിറുപ്പോടല്ല. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ വലിയ മൊട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നോലല്ല, സ്തോത്രത്തോടെ, സന്തോഷത്തോടെ നടത്തിയ വഴികൾക്കും പരിപാലിച്ച വിധങ്ങൾക്കും ഇവിടം വരെ എത്തിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടം വരെ കരുതിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഇന്ന് പകൽ ഞാൻ ദൈവത്തെ അറിയിക്കുകയാണ്. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോ. കർത്താവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞോ. നിങ്ങളുടെ മക്കളെ കുറിച്ചോ, കുടുംബത്തെ കുറിച്ചോ, ജീവിതത്തെ കുറിച്ചോ, സഭയെ കുറിച്ചോ, ശുശ്രൂഷയെ കുറിച്ചോ, ആവശ്യങ്ങളെ കുറിച്ചോ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോ. ഹല്ലേലൂയ. അങ്ങനെ ഒരാൾ അറിയിച്ചാൽ, ഒരു പ്രയാസം വരുമ്പോൾ, മക്കളെ ഒരു പ്രയാസം വരുമ്പോൾ, മോളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, മോനെ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തിലില്ല. ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും അവരവരുടേതായ പ്രതിസന്ധികളുണ്ട്, വിഷയങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കുണ്ട്. പക്ഷേ ആ പ്രയാസ സമയത്ത്, ആ വേദനയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് ഈ ഗതി വന്നല്ലോ, ഇതെന്റെ വിധിയാ എന്ന് പറഞ്ഞ് നിന്നെ തന്നെ ശപിക്കാതെ, നീ പുറകോട്ട് പോകാതെ ദൈവസന്നിധിയിൽ കയറിയിരുന്ന് ആ മുഴങ്കാലം മടക്കി നിന്റെ ബൈബിൾ എടുത്ത് മുമ്പിൽ വെച്ച്, നിന്റെ ബൈബിൾ എടുത്ത് മുമ്പിൽ വെച്ച് മുഴങ്കാൽ മടക്കി നിന്റെ ആവശ്യങ്ങൾ നീ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, ഒരു മനുഷ്യനും ഇല്ലാത്തൊരു സമാധാനം, ആർക്കും കിട്ടാത്തൊരു സന്തോഷം, എവിടുന്നോ ഒരു ബലം, എവിടുന്നോ ഒരു ബലം, എവിടുന്നോ ഒരു ബലം. അനുഭവിച്ചവർ ആരാധിക്കണം, അത് അനുഭവിച്ചവർ കൈയടിക്കണം, അത് അനുഭവിച്ചവർ സ്തുതിക്കണം. എവിടുന്നോ ഒരു ബലം, എവിടുന്നോ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കും. ചേർന്ന് രാമീൻ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. പലപ്പോഴും പിശാച് ഉപയോഗിക്കുന്നത് മോനെ നമ്മുടെ ചിന്താ മേഖലകളെയാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്ന് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കും, തെറ്റിദ്ധരിപ്പിക്കും. അണ്ടർസ്റ്റാൻഡിങ്, നല്ല ധാരണകൾ ദൈവത്തിൽ നിന്ന് വരുന്നു, തെറ്റിദ്ധാരണകൾ പിശാചിൽ നിന്ന് വരുന്നു. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഫൈറ്റിംഗ്, യുദ്ധം നടക്കുന്നത് ചിന്താ മേഖലകളിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളും വിചാരങ്ങളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും, സങ്കല്പങ്ങളെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, അത് കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. എന്താണ് അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടം? അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ചിന്തകൾ,
സങ്കല്പങ്ങൾ, വിചാരങ്ങൾ. അതിന്റെ തൊട്ട് മുകളിൽ മീഡിയ അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർ ബൈബിൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് വായിച്ചു നോക്കണം. അതിന് തൊട്ട് മുകളിലുണ്ട്, ഞങ്ങൾ ജഡത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും. അവിടെ ഇമാജിനേഷൻ എന്നൊരു വേർഡ് കണ്ടോ? കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. വേണ്ടാത്ത ഇമാജിനേഷൻസ്, ചുമ്മാ ഇരുന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ളവരുണ്ടോ? തൃശ്ശൂര് ഓൺലൈനിൽ കാണുന്നവരുണ്ടോ? വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നവർ, ചിന്തിച്ച് കാട് കയറി പോകുന്നവരുണ്ടോ ഇതിനകത്ത്? നിങ്ങളുടെ നിശബ്ദത കാണുമ്പോഴേ അറിയാം ഉണ്ടെന്ന്. ഹല്ലേലൂയ. മെജോറിറ്റി അങ്ങനല്ലേ? അല്ല, 99% അങ്ങനല്ലേ? വെറുതെ ഭാരപ്പെടുകയാണ്, വെറുതെ ചിന്തിക്കുകയാണ്, ചിന്തിച്ചു കൂട്ടുകയാണ്, പിശാചിന് കോട്ട കെട്ടിക്കൊടുക്കുകയാണ്. ഓരോ ചിന്തകളും ഓരോ നാരുകളാണ്, ഓരോ നൂലുകളാണ്. ഹല്ലേലൂയ. ഓരോ ചിന്തകളാകുന്ന ഓരോ നൂലുകൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ നെയ്ത് 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 ഒരു കാർപ്പറ്റ് പോലെയാക്കും. എന്നിട്ട് പിശാച് നിന്നെ അതിനകത്ത് കയറ്റിയിരുത്തി അങ്ങ് ചുരുട്ടും. പിന്നെ ആ ചിന്തയുടെ കോട്ടയ്ക്കകത്ത് നീ ആകും. അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിന്നെ അവിടെ ലോക്ക് ചെയ്യും. അവിടെയാണ് നിന്റെ ആയുധം നീ എടുക്കേണ്ടത്. ആ ആയുധം വചനമെന്ന ആയുധമാണ്. ആ വചനമെന്ന ആയുധം എടുത്ത് ആ പൈശാചിക കോട്ട ഇടിക്കണം. കാരണം ബൈബിൾ പറയുന്ന വചനം ചുറ്റികല്ലാണ്. ദൈവത്തിന്റെ വചനം ചുറ്റികല്ലാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റികല്ലാണ്. പാറ പോലെ നിരാശകൾ ഉള്ളിൽ കെട്ടി, മനസ്സിൽ, വികാരങ്ങളിൽ, ചിന്തകളിൽ നിരാശകൾ കൊണ്ടുവന്ന്, ഭയചിന്തകൾ, ഭയങ്ങൾ കൊണ്ടുവന്ന്, ആകുലതകൾ കൊണ്ടുവന്ന്, വിചാരങ്ങൾ കൊണ്ടുവന്ന് ശത്രു കോട്ട കെട്ടുമ്പോൾ ദൈവവചനമെന്ന ആ ചുറ്റികളെടുത്ത് ഇന്ന് പകൽ ആ കോട്ടയെ ആത്മതലത്തിൽ പൊളിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇപ്പോൾ അത് സംഭവിക്കുകയാണ്. ഈ ലൈവിൽ കാണുന്നവരത് സംഭവിക്കുകയാണ്. ഈ ആരാധനാലയത്തിൽ അത് സംഭവിക്കുകയാണ്. ചിന്തിപ്പിക്കുക. ആ കോട്ടകളെ ഇടിക്കണം. പുറത്തു വരണം നിങ്ങൾ. എന്റെ ഭാവി എന്താകും? എന്റെ കുടുംബജീവിതം എന്താകും? എന്റെ പിള്ളേരെ എനിക്ക് കാണാൻ പറ്റുമോ? എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വീടിന്റെ സ്ഥിതി എന്താകും? എന്റെ നാളുകൾ എന്താകും? എന്റെ മോളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും? എന്റെ മോനെ എങ്ങനെ പഠിപ്പിക്കും? ഇങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഒരുപാട് ചിന്തകൾ കൊണ്ടുവന്ന് നെയ്ത് കോട്ടയുണ്ടാക്കി ആ കോട്ടയിൽ നിന്നെ ഇരുത്തുമ്പോൾ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ കോട്ടയെ ഇടിക്കണം. അതിനകത്ത് ഇരിക്കരുത്. വെറുതെ ചിന്തിക്കുക. ചുമ്മാ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഭാരം വേണം. അവരുടെ ഒരു സന്തോഷം. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഭാരം അവർക്ക് വേണം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർ എവിടുന്നേലും കൊണ്ടുവരും. ഒരു പ്രശ്നവും ഇല്ലല്ലോ, അവരല്ലാതെ എവിടുന്നേലും സംഘടിപ്പിക്കുക ആ സാധനം. ഹല്ലേലൂയ. ഒരു കർത്തൃദാസൻ പറഞ്ഞതുപോലെ, നേരത്തെ വസ്ത്രമൊന്നും ഇല്ല, നല്ല ഡ്രസ്സൊന്നും ഇല്ല, ഒരു ചുരിദാറും ഒരു പാൻസും ഒരു ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ചിലർക്ക്. വലിയ ഭാരമായിരുന്നു. നാളെ ആ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഏത് പാൻസ് ഇടും, നാളെ ആ പ്രോഗ്രാമിന് പോകുമ്പം ഏത് ഷർട്ട് ഇടും, ഒന്നോ രണ്ടേ ഉള്ളൂ. ഇല്ലാത്തൊരു ഭാരമായിരുന്നു. ഇന്ന് തമ്പുരാൻ അനുഗ്രഹിച്ചു, ബ്ലസ് ചെയ്തു. അലമാരി നിറച്ചും സാരിയാ, അലമാരി നിറച്ചും ഷർട്ടാ. ഇപ്പോഴത്തെ ഭാരം ഇതിനകത്ത് ഏത് ഇടുവെന്ന. എന്തേലും ഒരു ഭാരം ഉണ്ട്. ഹല്ലേലൂയ. അക്കരെ ഒരു നായ നിൽക്കുകയാണ്. നായ എവിടാ നിൽക്കുന്നേ? നദിക്കക്കരെ. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നദിക്കിക്കരെ. വലിയ നദിയാണ്, ഭാരതപ്പുഴ പോലെ വലിയ നദിയാണ്. ആ നദിക്കക്കരെയാണ് ഒരു നായ നിന്ന് കുരയ്ക്കുന്നത്. തുടലിൽ നിന്ന് കറങ്ങി നിന്ന് കുരയ്ക്കുകയാണ്. ഞാൻ നദിക്കിക്കരയിലൂടെ നടക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ നായ തുടല് പൊട്ടിച്ചാൽ, പെട്ടെന്നെങ്ങാണ് ഈ നദി അങ്ങ് വറ്റിയാൽ എനിക്ക് കടി ഉറപ്പാണ്. പക്ഷെ യാഥാർത്ഥ്യം, ഈ നദി വറ്റുകയില്ല, ആ നായ തുടല് പൊട്ടിക്കുകയില്ല എന്നുള്ളതാണ്.
Yes. പിന്നെ Amen. നിന്നെ ഇതുവഴി സ്വസ്ഥതയോടെ ഈ നദിയൊക്കെ കണ്ടുപോകാൻ പിശാച് സമ്മതിക്കുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് കരവടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഈ നദിയൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ സാത്താൻ സമ്മതിക്കുന്നില്ല. Yes. Amen. ഹല്ലേലൂയ. Amen. ഇടിക്കണം, അതിനെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഇടിച്ചു കളയണം. Amen. യേശു കർത്താവ് ഇതിനെ ഡീൽ ചെയ്തത് വചനത്തിലൂടെയാണ്. Amen. പിശാചിനെ ഡീൽ ചെയ്തത് വചനത്തിലൂടെയാണ്. Amen. ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും സാത്താൻ ക്ഷണനേരത്തിൽ അവനെ കാണിച്ചെന്നല്ലേ എഴുതിയിരിക്കുന്നത്. സാത്താൻ യേശു 40 ദിവസം ഉപവസിക്കുമ്പം ആണോ? അതെ. നേരത്തിൽ കാണിച്ചു കൊടുത്തെന്ന. Yes. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ലോകത്തിലെ 180-ലധികം രാജ്യങ്ങളെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് സാത്താൻ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്ന് യേശുവിന്റെ മുമ്പിൽ വെച്ചാന്ന്. ഒരിക്കലും അല്ല. ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത്രയും രാജ്യങ്ങളെ കുറിച്ചുള്ള ചിന്ത മൈൻഡിൽ കൊടുത്തു. Yes. Amen. ക്ഷണനേരത്തിൽ യേശുവിന്റെ മൈൻഡിലേക്ക് ഇത്രയും രാജ്യങ്ങളെയും അവൻ കാണിച്ചു കൊടുത്തു. Amen. Yes. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. എന്നിട്ട് പറഞ്ഞു, ഈ അധികാരമൊക്കെയും ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ മാത്രം മതി. എന്റെ ഭാഷയാണ്. കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന്. ഇന്ന് രാവിലെ ഞാൻ പറയുന്ന ഡയലോഗ് അല്ല ഇത്. യേശു പറയുന്നു, എഴുതിയ സാധനം പറയുകയാണ്. Amen. കർത്താവ് അപ്പച്ചൻ എന്തെങ്കിലും എഴുതി തന്ന പുസ്തകം വല്ലതും കയ്യിലുണ്ടോ? ഉണ്ടോ? എന്ന് എഴുതിയിരിക്കുന്നല്ലോ, Amen. എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇത്ര യേശു പറഞ്ഞോളൂ, പിശാചേ നീ അറിഞ്ഞോണം, നിന്നെ വണങ്ങുമെന്നല്ല ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എല്ലാ മുട്ടും എന്റെ മുമ്പിൽ മടങ്ങും. Amen. Hallelujah. അവിടെ വചനത്തിലൂടെ ഡീൽ ചെയ്ത്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. കുറെ നാളത്തേക്ക് യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. മത്തായി 4:10 ആ വാക്യം. എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞു. ഇത് പറയണം, പിശാചേ എന്നെ വിട്ടുപോ, എന്റെ ചിന്തകളെ വിട്ടുപോ. Amen. ആരാ പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കുമെന്ന്? എന്റെ ദൈവത്തിന്റെ വാഗ്ദത്വം അതല്ല. എന്റെ പിള്ളേരുടെ ഭാവി നശിക്കുമെന്നല്ല എന്റെ ദൈവത്തിന്റെ വാഗ്ദത്വം. Amen. എന്റെ കുടുംബം തകരുമെന്നല്ല എന്റെ ദൈവത്തിന്റെ വാഗ്ദത്വം. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. Amen. എന്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. Amen. ഞാൻ നിന്റെ സന്മത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കും. Amen. നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. വിട്ടുപോ എന്ന് പറയേണ്ടടുത്ത് വിട്ടുപോ എന്ന് പറയണം. ആ ചിന്തകൾ അകത്തോട്ട് വരുമ്പോഴേ പറയണം വിട്ടുപോകാൻ. റിജക്ട് ചെയ്ത് കളയണം അതിനെ. ആരും മിണ്ടുന്നില്ലല്ലോ. റിജക്ട് ചെയ്ത് കളയണം. നോ നോ, it is not a right thing, it is a wrong thing, it is not truth. ഇത് സത്യമല്ല. ഞാനിപ്പോ ചിന്തിക്കുന്ന ഈ കാര്യം സത്യമല്ല. അതല്ല സത്യം, അതല്ല ശരി. പിശാചേ വിട്ടുപോകണം, പൊക്കോണം എന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. പെട്ടെന്ന് ഒരു കോട്ട ഇടിയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് ദൂതന്മാർ അടുത്ത് വന്ന് ശുശ്രൂഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഓ, കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പക്ഷെ നീ അത് പറയണം, കൊണ്ട് പറയണം. രക്തസ്രവക്കാരിയായ സ്ത്രീ, അവൾ എന്താ പറഞ്ഞേ? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ രക്ഷപ്പെടുമെന്ന് അവൾ അവളോട് തന്നെ പറഞ്ഞു. സ്വന്തം കൈ തലയിലോട്ടെന്ന് വെച്ച് പറഞ്ഞേ, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. ആ സങ്കല്പങ്ങളും വിചാരങ്ങളും എല്ലാം ഇന്ന് പൊളിയണം. ചേർന്ന രാമീൻ പറഞ്ഞേ. വെറുതെ ഭാരപ്പെടുന്നവരുണ്ട്. കടമല്ല പ്രശ്നം.
എന്താ പ്രാർത്ഥിക്കാൻ വരും പറയുന്നത്? ബ്രദറെ, എനിക്കൊരു കടഭാരമുണ്ട്. എന്തുകൊണ്ട്? കടഭാരം. കടമല്ല പ്രശ്നം, ആ കടം ഉണ്ടായപ്പോൾ വന്ന ഭാരമാണ് പ്രശ്നം. ഹല്ലേലൂയ. Amen. ആ ഭാരം വേണ്ട. നിന്റെ സകല ഭാരവും എന്റെ മേലിട്ട് കൊള്ളുക. Amen. ഓ, ആര് പറയും ഇത്? എന്റെ ദൈവം പറയാ, നിന്റെ സകല ഭാരവും എന്റെ മേലിട്ട് കൊള്ളുക. Amen. ഞാൻ അതിനെ ചുമക്കാം. Amen. നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിടുക. Amen. ഓ റബാ ഷാൻഡൽക്കന. അങ്ങനെ ഒരു കർത്താവ് നമുക്കുള്ളത് എത്ര വലിയൊരു കാര്യമാണ്. Amen. എന്നിട്ട് വെറുതെ നിങ്ങൾ ഈ ലഗേജുമായിട്ട് നടക്കുകയാണല്ലോ. ഒന്ന് കരം അടിച്ചത് വെറുതെ ലഗേജുകളുമായിട്ട് നടക്കുകയാണല്ലോ. ഒന്ന് ഇറക്കി അതെല്ലാം. ഇന്ന് ഈ ആരാധനയിൽ അതൊന്ന് ഇറക്കി, ആത്മാവിലൊന്ന് ഫ്രീ ആയേ, ഒന്ന് കൈ അടിച്ച്, ഒന്ന് സന്തോഷിച്ച്, ഒന്ന് ചിരിച്ച്, ഒന്ന് ശബ്ദം വെച്ച് ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ, ജയിച്ചവൻ നിനക്ക് ജയം തരും. ജയിച്ചവൻ നിനക്ക് ജയം തരും. Amen. ജയിച്ച കർത്താവ് നിങ്ങൾക്ക് ജയം തരും. നിങ്ങൾക്ക് ജയം തരും. Amen. തൃശൂർ സഭയോട് കർത്താവ് പറയുന്നു, ജയിച്ച കർത്താവ് നിങ്ങൾക്ക് ജയം തരും. Amen. ഓൺലൈനിൽ കാണുന്നവരോട് പറയുന്നു, ജയിച്ച കർത്താവ് നിങ്ങൾക്ക് ജയം തരും. Amen. സമ്പൂർണ്ണ ജയം. Amen. ചില സ്കൂളുകളിലെ പരീക്ഷ കഴിയുമ്പോൾ സമ്പൂർണ്ണ പരാജയമല്ല, പരീക്ഷ കഴിയുമ്പോൾ ആ സ്കൂളുകാർ പറയും സമ്പൂർണ്ണ ജയം എന്ന് വെച്ചാൽ ഒരുത്തനും ഇനി തോറ്റില്ലെന്ന. Amen. ആണ്ടെ, ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോടായി ഈ പറയുന്നത്. Amen. ഒന്ന് കരമടിച്ചത്, ഒരുത്തനും അതിൽ ഒരാള് പോലും. Amen. എല്ലാവരും ജയിച്ചെന്ന. Hallelujah. ഹല്ലേലൂയ. ജയിച്ച കർത്താവ്, Amen. ജയിച്ച കർത്താവ്. Amen. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യം നോക്കുന്ന സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്. അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ആരെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളോട് വായിക്കുന്നില്ല, 1 മുതൽ വായിക്കണേ, എന്നാലേ അവർക്ക് ആ സാഹചര്യം മനസ്സിലാവുള്ളൂ. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. അടുത്ത വാക്യം, ആ പുസ്തകം തുറപ്പാനും ആ പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ഈ ദൂതനെ പുസ്തകം ആർക്ക് തുറക്കാൻ കഴിയും? ഇതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ ആർക്ക് യോഗ്യതയുണ്ട് എന്നൊരു ദൈവദൂതൻ സ്വർഗത്തിൽ ഇങ്ങനെ അത്യുച്ചത്തിൽ പറയുന്നൊരു ശബ്ദം യോഹന്നാൻ കേട്ടു. അടുത്ത വാക്യം, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അപ്പൊ ആ പുസ്തകം തുറക്കാനോ അതിനകത്തോട്ടൊന്ന് നോക്കാനോ സ്വർഗത്തിലും ഒരുത്തനില്ല, ഭൂമിയിലും ഒരുത്തനില്ല. Amen. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുത്തരേം കൊണ്ടും പറ്റുന്നില്ല, ആർക്കും കഴിഞ്ഞില്ല. 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പുസ്തകം തുറന്നൊന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ കരയാൻ തുടങ്ങി. ഈ പുസ്തകം തുറക്കാനും അത് വായിക്കാനും അതിനകത്തോട്ട് നോക്കാനെങ്കിലും ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ആരെയും കാണാതിരുന്നത് കൊണ്ട് യോഹന്നാൻ പത്മോസിലിരുന്ന ദർശനത്തിൽ കരയാൻ തുടങ്ങി. 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, കരയണ്ട, യഹൂദ അവിടെ ഗോത്രത്തിലെ ഒന്ന് നിൽക്കണം, കരയണ്ട. കരഞ്ഞത് മതി. Amen. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഉയർത്തെഴുന്നേറ്റ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം പറഞ്ഞ സെന്റൻസ് എന്താണെന്നറിയോ? സ്ത്രീയെ നീ കരയണ്ട. Amen. ഒന്ന് കരമടിച്ച് കർത്താവ്, സ്ത്രീയെ നീ കരയണ്ട. Amen. നിന്റെ എല്ലാ കരച്ചിലുകളെയും മാറ്റാൻ, Amen. നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കാൻ, നിന്റെ പരാജയത്തെ ജയമാക്കാൻ, ഓ നിന്റെ തകർച്ചയെ ഉയർച്ചയാക്കാൻ, നിന്റെ ബന്ധനത്തെ വിമോചനമാക്കാൻ, നിന്റെ പ്രതിസന്ധിയെ വിടുതലാക്കാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിന്റെ ഭവനത്തെ മാനിക്കാൻ, നിന്റെ പരാജയത്തെ ജയമാക്കാൻ, മരണത്തെ ജയിച്ച, കല്ലറകളെ ജയിച്ച ഞാൻ മതിയായവനെന്ന് യേശു പറഞ്ഞു. Amen. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പറയുകയാണ്, കരയണ്ട. Amen. യോഹന്നാനെ, കരഞ്ഞത് മതി. Amen. യഹൂദ ഗോത്രത്തിലെ സിംഹവും. ഇതൊക്കെ എനിക്ക് കുറച്ചുകൂടെ ആരാധിക്കുന്നവരുടെ ഇടയിലാ പറയേണ്ടി. Amen. യഹൂദ ഗോത്രത്തിലെ സിംഹവും Yes. ദാവീദിന്റെ വേരുമായവൻ. Amen.
പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാനും തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ജയം പ്രാപിച്ചവനാര്? ജയാളിയായവനാര്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. He is the lion of Judah. He is the lion of Judah. ഞാൻ സ്വർഗത്തിലും ആരെയും കണ്ടില്ല, ഞാൻ ഭൂമിയിലും ആരെയും കണ്ടില്ല. നമ്മൾ വെറുതെ പാടുന്നതല്ല, കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ സ്വർഗത്തിലും. ഒന്ന് പാടണോ അതിപ്പോ ഇവിടെ? സ്വർഗത്തിലും ഭൂമിയിലും ഇരുന്നേ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാർ. ഞാൻ സ്വർഗത്തിലും ആരെയും കണ്ടില്ല. ഈ പുസ്തകം ഒന്ന് തുറക്കാനും അതിനകത്തോട്ടൊന്ന് നോക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും അത് വായിക്കാനും ഞാൻ ആരെയും കണ്ടില്ല. യോഹന്നാൻ കരയാൻ തുടങ്ങി. ആരുമില്ലേ ജയം പ്രാപിച്ചവർ? ഉടനെ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, കരയണ്ട. അതിന്റെ 7 മുദ്രയും തുറക്കാനും പുസ്തകം തുറക്കാനും സകലതും ചെയ്യാനും ജയം പ്രാപിച്ച ഒരുവനുണ്ട്. ഒരിക്കൽ അവൻ ദാസനായി ഭൂമിയിൽ വന്നു, മനുഷ്യപുത്രനായി പ്രവർത്തിച്ചു. എന്നാൽ ഇന്ന് അവൻ സിംഹാസനത്തിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമാണ്. ദാവീദിന്റെ വേരുമാണ്. ഓ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനേ, യേശുവേ പോൽ ആരുമില്ല. എന്റെ യേശുവേ പോൽ ആരുമില്ല, യേശുവേ പോൽ ആരുമില്ല. എന്റെ യേശുവേ പോൽ ആരുമില്ല. സ്വർഗത്തിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും നിനക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു. ഇന്ന് ഇതിനകത്ത് ഒത്തിരി ഭയങ്ങൾ വിട്ടുപോവുകയാണ്. പല തരത്തിലുള്ള ഭയങ്ങൾ, മക്കളെ ഓർത്തുള്ള ഭയങ്ങൾ, മരണഭയങ്ങൾ, ആകുലതകൾ, ചിന്താകുലങ്ങൾ, സാമ്പത്തിക മേഖലയെ കുറിച്ചുള്ള ഭയങ്ങൾ, ഭാവിയെ ഓർത്തുള്ള ഭയങ്ങൾ വിട്ടുപോവുകയാണ്. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവൻ. ശബ്ദമുയർത്തി കരമടിച്ച് പാടിയേ, യേശുവേ പോലെ ആരുമില്ല, എന്റെ യേശുവേ പോലെ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എന്റെ യേശുവേ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ,
സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യ. ഉറപ്പുള്ളവരെന്ന് കരമടിച്ചു പാടി യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും. അതുകൊണ്ട് ഉറക്കെ പാടിയേ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ശബ്ദമുയർത്തി ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. യേശുവെ പോൽ, യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, ഓ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ആ ഉറപ്പുള്ളവർ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. മുദ്ര പൊട്ടിക്കുവാനും പുസ്തകം തുറക്കാനും യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ആമേൻ. ജയം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്നത് പരാജിതനായൊരു ദൈവത്തെ അല്ല, ആമേൻ. ഞാൻ സേവിക്കുന്നത് ജയിച്ച കർത്താവിനെ, ആമേൻ. മരണത്തെ ജയിച്ചവൻ, ഹല്ലേലൂയ. പാപത്തെ ജയിച്ചവൻ, ആമേൻ. പിശാചിനെ ജയിച്ചവൻ, ആമേൻ. ലോകത്തെ ജയിച്ചവൻ, ആമേൻ. സകലത്തെയും ജയിച്ചവൻ, ആമേൻ. ജയാളിയായ ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. ലിസൺ, ആ കർത്താവ് തന്റെ ജനത്തിനും ജയം നൽകും. അടുത്തിരിക്കുന്നവരോട് പറയാോ, ജയിച്ച ദൈവം എന്നെയും ജയിപ്പിക്കും. ജയിച്ച ദൈവം എന്നെയും ജയിപ്പിക്കും. ജയിച്ച കർത്താവ് എന്നെയും ജയിപ്പിക്കും. Yes, amen. അത് ഞാൻ ഏതാണ്ട് ചെയ്തത് കൊണ്ടല്ല. യേശു കർത്താവ് പറയുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. Amen. Amen. ഞാൻ ജീവിക്കുന്നു, ഞാൻ മരണത്തെ ജയിച്ച് ജീവിക്കുന്നു, നിന്നിലും ആ ജീവൻ വരും. Amen. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ജയാളിയായ യേശുവിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും എല്ലായിടത്തും എല്ലായ്പ്പോഴും Amen. എല്ലാ സമയവും Amen. യേശു ക്രിസ്തു മുഖാന്തരം ജയം, Hallelujah. ജയം, Amen. ജയം. ജയം. ഈ കോരഹ് പുത്രന്മാര് 44 സങ്കീർത്തനം എഴുതുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം കുറച്ച് സമയം. കോരഹ് പുത്രന്മാർ 44 സങ്കീർത്തനം എഴുതുമ്പോൾ ഒരു വലിയ ചരിത്രം ക്രിസ്റ്റി പാസ്റ്റർ അവിടെ പറയുന്നുണ്ട്. അതൊരു ചെറിയ വാക്കല്ലത്. ചരിത്രങ്ങളെ, വലിയൊരു ചരിത്രത്തെ ഒറ്റ വാക്കിൽ അവർ വിളംബരം ചെയ്യുകയാണല്ലേ പറയുകയാണ്. അതിൻ്റെ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 44 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടുമല്ല
അവർ ജയം നേടിയത് നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. Amen. Because of the favor of God. ഒന്ന് ഇതൊരു വലിയ ചരിത്രമാണേ. കാരണം പിതാക്കന്മാർ ആദ്യം മുതലുള്ള ചരിത്രമാണ് ഈ 44. അതിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിയേ. 1-ാം വാക്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ദൈവമേ പൂർവകാലത്ത്, ഒന്ന് വായിച്ച പാസ്റ്ററെ. ദൈവമേ പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. Amen. മോശ എങ്ങനെ നടത്തിയെന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. Amen. അബ്രഹാമിനെ എങ്ങനെ ജയിപ്പിച്ചെന്ന് അബ്രഹാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ചെവി കൊണ്ട് പലതും ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. Amen. ഹല്ലേലൂയ. Hallelujah. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിന്റെ കൈ കൊണ്ട് നീ ജാതികളെ പുറത്താക്കി. ഇവരെ എന്ന് പറഞ്ഞാൽ തന്റെ ജനമായ യഹൂദന്മാരെ, ഇസ്രായേലിനെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി. 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് തങ്ങളുടെ വാളുകൊണ്ടല്ല യഹൂദന്മാർ ചിതറിപ്പോയി. അവരെല്ലാവരും തകർക്കാൻ, നശിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് സകല വംശങ്ങളും അവർക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ അവർ ജയിച്ചത് വാളുകൊണ്ടല്ല, സ്വന്തം ഭുജം കൊണ്ടുമല്ല. കർത്താവേ ദൈവമേ, നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും നിന്റെ ഫേവറും നിന്റെ പ്രീതിയും അവരുടെ മേലുണ്ടായിരുന്നല്ലോ. ഇന്ന് ഈ പകലിൽ എനിക്കും ജയിക്കാൻ ഇത് മതിയെന്നുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല. ഇപ്പൊ വായിച്ച അല്ലെങ്കിൽ ഈ ദൈവിക ഫേവർ എന്ന് പറയുന്നത് ഇത് ജോസഫ് അനുഭവിച്ച ഒന്നാണ്. ദൈവത്തിന്റെ കയ്യിൽ ജയാസ്ത്രമുണ്ട്. പറഞ്ഞേ ജയാസ്ത്രം. ജയാസ്ത്രം. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? The arrow of victory. Amen. 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 എലീശയുടെ കാലത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ, മക്കളെ നമ്മൾ ഈ വചനത്തിലോട്ട് വരും. അവിടെ എഴുതിയിട്ടുണ്ട് 2 രാജാക്കന്മാർ 13:17 കിഴക്കേ വാതിൽ തുറക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അത് തുറന്നപ്പോൾ എയ്ത എന്ന് എലീശ പറഞ്ഞു. എയ്താറെ അവൻ, അത് യഹോവയുടെ ജയാസ്ത്രം. അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഗ്രഹിക്കും എന്ന് പറഞ്ഞു. ഇത് യഹോവയുടെ ജയാസ്ത്രം. ആ ജയാസ്ത്രം ആ കിളിവാതിലൂടെ പുറപ്പെട്ടാൽ, അത് എയ്ത് വിട്ടാൽ പരാജയമല്ല. പിന്നെ നിങ്ങൾക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കി വെച്ച ചില കോട്ടകളുടെ മേളിൽ, നിങ്ങൾക്ക് വിരോധമായി പിശാച് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ചില നിർമ്മിതികളുടെ മേളിൽ, നിന്റെ ഭവനത്തിന്റെ മേളിൽ വെച്ചിരിക്കുന്ന ചില ആഭിചാരങ്ങളുടെ, മന്ത്രവാദങ്ങളുടെ, ക്ഷുദ്രക്രിയകളുടെ മേളിൽ ഇന്ന് പകൽ യഹോവയുടെ ജയാസ്ത്രം. കർത്താവേ, ഞാനത് ഇവര് പ്രതികരിക്കുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണത്. അമാര്യരെ, അരാമ്യ പടയെ തോൽപ്പിച്ചു കളഞ്ഞ, തകർത്ത് കളഞ്ഞ യഹോവയുടെ ജയാസ്ത്രം. Thank you, Holy Spirit. Thank you, Jesus. The arrow of deliverance. Amen. Look at that. The arrow of the Lord's deliverance. Amen. ഒരു ഡെലിവറൻസ് ഉണ്ടാകാൻ വന്നിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാൻ ഇത്രയും നല്ലൊരു ഭാഗം എടുത്തു പറഞ്ഞിട്ട് ഒരു ശബ്ദം പോലും കേൾക്കാനില്ലല്ലോ. Amen. നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകാൻ സ്വർഗതലത്തിൽ നിന്ന് ഇന്ന് ഈ പകലിൽ ചിലത് എയ്തു വിടും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ ആത്മതലത്തിൽ നിന്ന്. ഹംദൽ പ്രഭാ ജഗർത്തമന ഗജര ശംദുര പ്രവേദന വൈഡഗഠമന ഗജലധന ദിവർധന ഗടക ശംദൽ പ്രപദഗനക ശതുരിയ റകടടട മമ മമ കോലോ മമ മമ മയന
Hallelujah. ഞങ്ങൾ വാളുകൊണ്ടല്ല ദേശത്തെ കൈവശമാക്കി. Amen. ഞങ്ങളുടെ ഭുജം കൊണ്ടല്ല ഞങ്ങൾ ജയം നേടിയത്. Amen. ദൈവമേ, നിന്റെ വലം കൈയും Yes. നിന്റെ ഭുജവും Amen. നിന്റെ മുഖപ്രകാശവും Amen. നിനക്ക് ഞങ്ങളോട് പ്രീതി ഉണ്ടായി. Amen. Jesus. മക്കളെ, നമ്മളെല്ലാം ഇന്നിവിടെ നിൽക്കുന്നതും ഇത്രത്തോളം നമ്മളെ ജയത്തോടെ ദൈവം നടത്തിയതും നമ്മുടെ ഭുജം കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ വാള് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ട്. നന്ദിയപ്പാ, നന്ദിയപ്പാ, അപ്പായേ, നന്ദിയപ്പായേ, പിതാവേ, നന്ദി, അപ്പായേ, നന്ദിയപ്പാ. നിന്റെ ഫേവർ എന്റെ മേളിൽ, ഞങ്ങളുടെ മേളിലില്ലായിരുന്നെങ്കിൽ, നിന്റെ അനുകൂലത ഞങ്ങളിലില്ലായിരുന്നെങ്കിൽ, ശത്രുവിന്റെ അമ്പുകൾ ഞങ്ങളെ തകർത്ത് കളഞ്ഞേനെ. നിന്റെ അനുകൂലത ഞങ്ങളിലില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയ. നന്ദി അപ്പാ. ഒരു കരുപ്പോ കാത്തീരേ നன்றി, എന്നെ സിലയാൽ സുമന്തീരേ നன்றി. ഒരു കരുപ്പോൾ കാത്തീരേ നன்றി, എന്നെ സിലയാൽ സുമന്തീരേ നன்றി. യവനേശ്വരേ, യവനേശ്വരേ, എന്നാൽ വരെ സുമന്ദരേ. യവനേശ്വരേ, യവനേശ്വരേ, இருப்பவரே நன்றி, நன்றி, நன்றி. ஹிருதயத்தில் சுமந்தீரே நன்றி, 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 நன்றி. கருப்போல காத்தீரே நன்றி. நானும் என் வீடும் என் வீட்டார் அனைவரும் போயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டார் அனைவரும் போயாமல் நன்றி சொல்வோம். ஒரு கருப்போல் காத்தீரே நன்றி, என்னை சிலையால் சுமந்தீரே நன்றி. ஒரு கருப்போல் காத்தீரே நன்றி, என்னை சிலையால் சுமந்தீரே நன்றி. யவனேஸ்வரே, யவனேஸ்வரே, இந்நாள் வரை சுமந்தவரே. யவனேஸ்வரே, யவனேஸ்வரே, என் இறைவா, இருப்பவரே. കരമുയർത്തി நன்றி, நன்றி, நன்றி. ஹிருதயத்தில் சுமந்தீரே நன்றி, 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 நன்றி. கருப்போல காத்தீரே நன்றி, 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 நன்றி. ஹிருதயத்தில் சுமந்தீரே நன்றி, கருப்போல் காத்தீரே நன்றி. സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. Amen. നിന്റെ വലം കൈയും നിന്റെ ഭുജവും Amen. നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. Amen. മക്കളെ, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ല. Amen. വിശ്വസിക്കുന്ന എത്ര പേർ? ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുകൂലത ഇന്ന് പകൽ നിന്റെ മേളിൽ, നിന്റെ കുടുംബത്തിന്റെ മേളിൽ ഉണ്ടെങ്കിൽ
ഒരു സാഹചര്യങ്ങൾക്കും ഒരു വ്യക്തികൾക്കും ഒരു പൈശാചിക ലോകത്തിനും ഒറ്റ പ്രാർത്ഥനയുള്ള അപ്പാ, നിന്റെ ഫേവർ എന്നെ വിട്ടുമാറരുത്, നിന്റെ ദയ എന്നെ വിട്ടുമാറരുത്, നിന്റെ കരുണ എന്നെ വിട്ടുമാറരുത്. എനിക്കത് മാത്രം മതി. ജ്ഞാനികൾ മധ്യയിൽ പൈത്യം എന്നെയും ചിറ്റിനെ ഒന്ന് വന്നേ മോനെ സ്റ്റേജില്. ജ്ഞാനികളുടെ നടുവില്, ജ്ഞാനികളുടെ നടുവില് ഒത്തിരി ബുദ്ധിമാന്മാരും ഒത്തിരി പാട്ടുകാരും ഒത്തിരി വലിയ വലിയ പുള്ളികളും ഉണ്ടായിരുന്നു. നമ്മളെക്കാളൊക്കെ നമ്മളൊന്നും അല്ല, അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ആരുമല്ല. ജ്ഞാനികൾ മധ്യയിൽ പൈത്യം എന്നെയും അണൈത്തത് അതിശയമേ. ജ്ഞാനികൾ മധ്യയിൽ പൈത്യം എന്നെയും அணைத்தது அதிசயமே. நான் இதுக்காக பாத்திரனல்ல, இது கிருபை வேறொன்றுமல்ல. நான் இதுக்காக பாத்திரனல்ல, இது கிருபை வேறொன்றுமல்ல. எபனேசரே, எபனேசரே, இந்நாள் வரை சுமந்தவரே. எபனேசரே, எபனேசரே, என் நினைவாய் இருப்பவரே. கையெழுத்து பரதி. நன்றி நன்றி நன்றி, இதயத்தில் சுமந்தீரே நன்றி. நன்றி நன்றி நன்றி, கரு போல காத்தீரே നന്ദി. ഒന്നിരിക്കാമോ? ഞാനൊരു ചരിത്രം പറയാൻ പോവാണ്. മോനിവിടെ നിന്നോ, ഒരു ചരിത്രം പറയാൻ പോവാണ്. വാളുകൊണ്ടല്ല ഞങ്ങൾ ജയിച്ചത്, ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടുമല്ല. ഇസ്രായേലിന്റെ ഒരു ചരിത്രം ഞാനെന്ന് പറയാം. നിങ്ങൾ തയ്യാറാണോ കേൾക്കാൻ? AD 73 യഹൂദന്മാർ ചിതറപ്പെട്ടു. 19 നൂറ്റാണ്ടോളം യഹൂദന് രാജ്യം ഇല്ലാതായി. 1875 വർഷങ്ങൾക്ക് ശേഷം 1948 മെയ് മാസം 14-ാം തീയതിയാണ് ഈ രാജ്യം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടത്. വീണ്ടും 1948-49 വർഷങ്ങളിൽ ഇസ്രായേലും പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളുമായി യുദ്ധമുണ്ടായി. അവരൊന്ന് തിരിച്ചു വന്നേ ഉള്ളൂ, ഒന്ന് റെസ്റ്റോർ ആയതേ ഉള്ളൂ. അന്ന് പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇന്നത്തെ മിഡിൽ ഈസ്റ്റിന് 270 പാറ്റൻ ടാങ്ക് ഉണ്ടായിരുന്നു, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പാറ്റൻ ടാങ്ക്. പക്ഷെ അന്ന് ഇസ്രായേലിന് 3 പാറ്റൻ ടാങ്കേ ഉണ്ടായിരുന്നുള്ളൂ. 150 ഫീൽഡ് ഗൺ ഉണ്ടായിരുന്നു. അന്ന് ഇസ്രായേലിൽ 40% പട്ടാളക്കാർക്കും ആയുധങ്ങളില്ലായിരുന്നു. 300 യുദ്ധവിമാനങ്ങൾ പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഒരു യുദ്ധവിമാനം പോലും ഇസ്രായേലിനില്ലായിരുന്നു. പക്ഷെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. 1965 വീണ്ടും യുദ്ധം ഉണ്ടായി, പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇസ്രായേലുമായി. അന്ന് 3.5 ലക്ഷം പട്ടാളക്കാർ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക്, അറബ് നേഷൻസിന് ഉണ്ടായിരുന്നു. ഇസ്രായേലിന് 2 ലക്ഷം പട്ടാളക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 30% സ്ത്രീകളായിരുന്നു. അന്ന് പശ്ചിമേഷ്യൻ രാജ്യത്തിന് 1800 പാറ്റൻ ടാങ്കുകൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന് വെറും 800 പാറ്റൻ ടാങ്കേ ഉണ്ടായിരുന്നു. അന്ന് പശ്ചിമേഷ്യൻ രാജ്യത്തിന് യുദ്ധം നടക്കുമ്പോൾ 660 പുതിയ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന് വെറും 300 യുദ്ധവിമാനമേ ഉണ്ടായിരുന്നുള്ളൂ. 6 ദിവസമാണ് ഈ യുദ്ധം നിന്നത്. പക്ഷെ ആ യുദ്ധത്തിലും ഇസ്രായേൽ ജയിച്ചു. ചരിത്രങ്ങൾ പറഞ്ഞാൽ തീരില്ല. തങ്ങളുടെ വാളുകൊണ്ടല്ല ദേശത്തെ കൈവശമാക്കിയത്.
സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശം കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. യാക്കോബേ, ഇനി നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേർ ഇസ്രായേൽ എന്നത്രേ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ദൈവികമായ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ കഴിവോ ഒന്നും തമ്പുരാനൊരു വിഷയമേ അല്ല. എന്റെ ഫേവർ, എന്റെ പ്രീതി, എന്റെ അനുകൂലത നീ പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്നെ മാനിക്കും. ഇത് ജോസഫ് അനുഭവിച്ച ഒന്നാണ്. ജോസഫിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. പറയാൻ സമയമില്ല, വാക്യം പറഞ്ഞങ്ങ് വിടാം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ പ്രോസ്പെരിറ്റി ഉണ്ടായി, അവൻ പ്രോസ്പറായി. ദൈവത്തിന്റെ ഫേവർ എന്ന് പറയുന്നത് ഒരുത്തന്റെ കൂടെ ദൈവം ഉള്ളതാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ കൂടെ എന്റെ ദൈവം ഉണ്ടെന്ന്? ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 21 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ 21 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, ആ കാരണം കൊണ്ട് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകാൻ gave him favor in the sight of the keeper of the prison. അവന്റെ മേളിൽ ഉണ്ടായിരുന്ന ഫേവർ. ഓ ഹല്ലേലൂയ. എസ്തേറിലേക്ക് വരുമ്പോൾ, എസ്തേറിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ സഹോദരിമാരെ? എസ്തേർ ഒരു അനാഥയായ പെൺകുട്ടിയായിരുന്നു. അവളുടെ അപ്പനും അമ്മയും അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനാണ് എസ്തേറിനെ എടുത്തു വളർത്തിയത്. ഒരു അനാഥ പെൺകുച്ചിനുണ്ടാകുന്ന, എടുത്തു വളർത്തപ്പെടുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന എല്ലാ പരിമിതികളും എസ്തേറിനുണ്ടായിരുന്നു. പക്ഷേ എസ്തേറിന്റെ മേളിൽ ദൈവത്തിന്റെ പ്രീതി, ഫേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? എസ്തേറിന്റെ പുസ്തകം 2 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഗയിലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. And Esther obtained favor in the sight of all. ആരൊക്കെ അവളെ നോക്കുന്നവർക്കെല്ലാം അവളോട് ഇഷ്ടം തോന്നും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ശ്രദ്ധിക്കുന്നു? എസ്തേറിന്റെ പുസ്തകം 5 അധ്യായം 2 വാക്യത്തിൽ വരുമ്പോ, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നി. അവിടെ എഴുതിയിട്ടുണ്ട് that she obtained favor in his sight. രാജാവിന് അവളോട് ഫേവർ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്ത് ചെയ്ത് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. വസ്തി എന്ന് പറയുന്ന ഒരു രാജ്ഞി അവിടെയുണ്ട്. ആ വസ്തിയെ മാറ്റി എസ്തേറിനെ അവിടുത്തെ രാജ്ഞിയാക്കി മാറ്റി. ഒരു അനാഥ പെൺകുട്ടി, എടുത്തു വളർത്തപ്പെട്ട ഒരു പെൺകൊച്ച് ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയായി. എന്താണ് റീസൺ? ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രീതി. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനും സീറായിരുന്നു, ദർശകനുമായിരുന്നു, വിശുദ്ധനായിരുന്നു. ദാനിയേലിന് രാജ്യത്തിന്റെ ഫേവർ ഉണ്ടായി, രാജാവിന്റെ ഫേവർ ഉണ്ടായി. കാരണം എന്താണെന്നറിയാവോ? ഈ ദാനിയേൽ പ്രവചന പുസ്തകം 1 അധ്യായം 9 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കാൻ ഇടവരുത്തി. Now God had brought Daniel into favor. ദാനിയേലിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒഫീഷ്യലിന്റെ മുമ്പിൽ, പ്രിൻസിന്റെ മുമ്പിൽ, ആ രാജ്യത്തിലെ പ്രഥമ പുരുഷന്റെ മുമ്പിൽ ദാനിയേലിന് ദൈവീക അനുകൂലതയുണ്ടായി. മക്കളെ, നാട്ടുകാർ കൂടുണ്ടോ എന്നുള്ളതല്ല, കുടുംബക്കാർ കൂടുണ്ടോ എന്നുള്ളതല്ല, സംഘടനയോ രാഷ്ട്രീയ നേതാക്കന്മാരോ നിന്റെ കൂടുണ്ടോ എന്നുള്ളതല്ല.
ഒരുപക്ഷെ ദൈവത്തിന്റെ ഫേവർ ഉള്ളവന്റെ കൂടെ ഇതൊക്കെ ദൈവം ചേർത്ത് വെക്കും. Amen. പക്ഷെ അവരല്ല വലുത്, ഇതെല്ലാം നിനക്ക് അനുകൂലമാക്കുന്ന ദൈവമാണ് വലുത്. Amen. Hallelujah. ഇത് കിട്ടിയോ? Amen. മനുഷ്യരെല്ലാം റിസോഴ്സ് ആണ്, ദൈവമാണ് സോഴ്സ്. Amen. ഏലിയാവിന്റെ അടുക്കൽ വന്ന കാക്കയാണ് ഏലിയാവിന് അപ്പോ ഇറച്ചി കൊടുത്തതെങ്കിലും കാക്ക റിസോഴ്സ് ആണ്, പക്ഷെ സോഴ്സ് ദൈവമാണ്. Amen. Yes.